നമസ്കാരം, എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഒഴിച്ചൂട്ടാൻ, ഒരു കിഡിലനായിട്ടുള്ള ഒരു ഒഴിച്ചൂട്ടാനാണ്. ഒരു 5 മിനിറ്റ് മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ പറയും, അന്നിപ്പോൾ പപ്പായ ഉണ്ടല്ലോ നമ്മുടെ മഠത്തിലെ രുചിയിൽ ഒഴിച്ചൂട്ടാൻ വയ്ക്കാം നമുക്ക്, അങ്ങനെ പറയും കേട്ടോ. അത്രയും സ്വാദിഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു ഒഴിച്ചൂട്ടാൻ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കറുവത്തുംകായ, കപ്പങ്ങ, പപ്പായ എന്നൊക്കെ പറയും, വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് മുഴുവനും വേണ്ട കേട്ടോ, അതിൻ്റെ ഒരു പകുതി എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒപ്പം 2-3 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്നൊക്കെ കാണിച്ചു തരാം. ആദ്യം നമുക്കിത് നന്നായിട്ട് നുറുക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പം ഞാൻ പപ്പായൊക്കെ നന്നായിട്ട് നുറുക്കിയിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ഒരു കൽച്ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കുഞ്ഞുള്ളി ഒരു 8-10 എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി എന്തായാലും ശരി, ഒരു 3-4 ഉള്ളൂ. ചിലർ പ്രത്യേകമാണ്, നമ്മൾ സാമ്പാറിലേക്കൊക്കെ ഇടുമ്പോൾ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഒരു സവാള അത് നമുക്ക് നുറുക്കിയെടുക്കണം. ഒരു 3 കണ്ടോ അത്യാവശ്യം വലിയ തക്കാളിയാണ്, ഇത് നമുക്ക് നുറുക്കിയെടുക്കണം. ഇതൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂടി നുറുക്കിയെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ അങ്ങനെ എല്ലാം നുറുക്കിയിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് കൊണ്ടയ്ക്കാം കേട്ടോ. ഇത് കുക്കറിലൊന്നും വേവിക്കേണ്ട കാര്യമില്ല. ഇനി വല്ലാതെ തിരക്കുള്ള സമയമാണെന്ന് വെച്ചാൽ മാത്രം ചെയ്തോളൂ. പക്ഷേ കപ്പങ്ങയല്ലേ, പെട്ടെന്ന് വെന്തോളും. മാത്രമല്ല നമ്മൾ പരിപ്പൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും സാധാരണഗതിയിൽ നിങ്ങൾക്ക് സമയമുള്ള സമയത്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടുപ്പത്ത് തന്നെ ഇട്ട് വേവിച്ചാൽ മതി. കുക്കറിലൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. വല്ലാതെ പായസം മാതിരി ആവരുത്, അതാ പറയുന്നത്. അപ്പം നമുക്കിത് അടുപ്പത്ത് ഉണ്ടാക്കാം. ഇനി നമ്മുടെ കൂട്ടാനിലേക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ തുവരപ്പരിപ്പ്, ഒരു 1/4 ടീസ്പൂൺ വേണ്ട, കുറച്ച് മണി മതി കേട്ടോ, ഉലുവ, 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 4-5 വറ്റൽമുളക് അരിക്കനുസരിച്ച് എടുത്തോളൂ. 1/2 ടീസ്പൂൺ നമ്മൾ ഏത് അരിയാണോ ചോറ് വെക്കാൻ എടുക്കുന്നത് അതെടുക്കാം. 1/2 ടീസ്പൂൺ കൊത്തമ്പാല, അതായത് മുഴുവൻ മല്ലി. ഇതെല്ലാം കൂടി നമുക്ക് ഡ്രൈ ഫ്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു വളരെ കുറച്ച് എണ്ണയിൽ വറുത്തെടുക്കാം. എന്നിട്ട് ഒന്നെങ്കിൽ പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ അരച്ചെടുക്കണം, നമ്മുടെ ഇഷ്ടമാതിരി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട്, ഞാനിവിടെ ഡ്രൈ ഫ്രൈ ചെയ്യുന്നത്, എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കഷ്ണങ്ങൾ ഞാൻ അടുപ്പത്ത് കൊണ്ടുവച്ചിരുന്നു. ഇത് തിളച്ച് വരുന്നേ ഉള്ളൂ. കൽച്ചട്ടിയല്ലേ, കുറച്ച് സമയമെടുക്കും. ഇത് ഞാൻ അങ്ങേപ്പുറത്തെ ഗ്യാസിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇതങ്ങനെ ഒരു വെള്ളപ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഞാൻ എണ്ണ ഇല്ലാതെയാണ് വറുക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം, പൊടിയിട്ടാലും മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കുരുമുളകൊക്കെ ഒന്നിങ്ങനെ പൊട്ടി വരും, അരി ഇങ്ങനെ പൊട്ടി വരും, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഗ്യാസ് സിമ്മിൽ വെക്കണം. വളരെ സ്വാദിഷ്ടമായ, സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ്. കപ്പങ്ങയോട്ട് നമുക്ക് പല വിധത്തിലും വെക്കാം. ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് കുറേ എണ്ണം. പക്ഷേ ഇത് അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ കപ്പങ്ങയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ, നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കിയാലോ, അപ്പോൾ അന്ന് ഉണ്ടാക്കിയ മാതിരി എന്ന് പറയും. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത്രയും സ്വാദാണ്. ഈ കൂട്ടാനിൽ നമ്മൾ പുളിയൊന്നും പിഴിഞ്ഞൊഴിക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞിടത്തോളം നാടൻ തക്കാളി കിട്ടില്ലേ, ഇങ്ങനെ ഉണ്ട മാതിരി ഉള്ളത്, അത് വേണം ഉപയോഗിക്കാൻ. അതാണ് ശരിക്കും ടേസ്റ്റ്. കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നീളം തക്കാളി ഇടാം. ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട് നാടൻ തക്കാളി. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഉലുവയൊക്കെ ചുവന്ന് വന്നു. ഞാൻ നല്ലോണം സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. മുളകിൻ്റെയൊക്കെ കണ്ടോ കളറ് മാറി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം 1 ടേബിൾ സ്പൂണോളം ഉപ്പ്. കഷ്ണം ഒന്ന് വെന്തിട്ട് മതിയിൽ ഉപ്പിട്ട് വെച്ചിട്ടാണ്.
ഉപ്പൊക്കെ കഷ്ണത്തിൽ നന്നായിട്ട് പിടിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ അങ്ങനെ ഫൈനായിട്ട് വറുത്തെടുത്തത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം കേട്ടോ. എന്താ മണം വരുന്ന അറിയാം. ഈ കപ്പങ്ങ ഒരു പ്രത്യേക മണം അല്ലേ, അതിങ്ങനെ വെന്ത് വരുന്ന സമയത്ത്. മാത്രമല്ല 2 കുഞ്ഞുള്ളിയുണ്ട്, ഒക്കെപ്പാടെ വല്ലാത്തൊരു മണം കേട്ടോ വരുന്ന. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. മിക്സിയുടെ ജാറിൽ നല്ലോണം ഉണ്ട്, വെറുതെ കളയണ്ടല്ലോ. അപ്പം നമ്മളിതിൽ മുളക് പൊടി ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അരയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മതി. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കരിവേപ്പില താത്തുക, പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അത്ര പരിപാടിയുള്ളൂ. അല്ലാതെ ഇതിൽ വറുത്തിടൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ ഇനി നമുക്ക് നല്ലോണം 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ. ഹായ് ഉണ്ടോ, കണ്ട് കഴിയുമ്പോൾ തന്നെ അറിയില്ലേ എന്തായിരിക്കും ഇതിൻ്റെ സ്വാദെന്ന്. കണ്ടോ, നാളികേരം ചെറുകും വേണ്ട, അരയ്ക്കും വേണ്ട, പരിപ്പ് വേവിക്കും വേണ്ട, എന്ത് എളുപ്പമാണ് നോക്കൂ. ഇതൊക്കെയാണ് സിമ്പിൾ ഒഴിച്ചുകൂട്ടാന്ന് പറയുന്നത്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം ഒന്നും കൂടി ഇരുന്ന് തിളയ്ക്കും കൽച്ചട്ടിയല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ അറിയിക്കണം. നല്ല തൈര് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. കുറച്ച് അച്ചാറും, അത് മാത്രം മതി. ചോറ് വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഒഴിച്ചുകൂട്ടാൻ, കുറച്ച് ഇരുമ്പുപുളിയുടെ അച്ചാർ, വഴുതിനങ്ങയുടെ ഉപ്പേരി, കുറച്ച് തൈര് ഉരുട്ടാം. കുറച്ച് തൈര് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ മണം വരണറിയോ. ആ വറുത്തിട്ടിങ്ങനെ അരയ്ക്കണതിൻ്റെ മണം എപ്പോഴും ഈ പൊടികൾ ഇടണേക്കാട്ടിലും നല്ലതാവും കേട്ടോ. അത് വളരെയധികം ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. എപ്പോഴും അതെ, പൊടി ഇട്ടാലും നമ്മൾ വറുത്തരയ്ക്കുമ്പോഴും വളരെ വ്യത്യാസമാണ് ടേസ്റ്റ്. കുറച്ചും കൂടി മോരെടുക്കട്ടെ, തൈരോ മോരോ എന്ത് വേണമെങ്കിലും. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് കപ്പങ്ങയൊക്കെ. ആദ്യത്തെ ഉരുള എല്ലാവരും കഴിച്ചോളൂ. ഇനി ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ കിട്ടിലിന് ഒഴിച്ചുകൂട്ടാനോടുകൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ടാറ്റാ.